നല്ല മണവും രുചിയുമുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അരച്ച് ചേർത്ത മസാലയിൽ പാകത്തിന് കോട്ടിങ്ങോടുകൂടി ചെയ്തെടുക്കുന്നതാണ്. ഇതിൽ ചിക്കൻ്റെ അളവും ചേർക്കുന്ന മസാലയുടെ അളവെല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. അതായത് ഞാൻ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ പോലും അല്ല ചെയ്യുന്നത്. മസാല ഒട്ടും പിരിഞ്ഞ് വരാതെ അത് നല്ല കോട്ടിങ്ങായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ എണ്ണ ഒട്ടും കുടിക്കാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 40 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 20 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി തൊലിയോടുകൂടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു കൈപ്പിടി അളവുണ്ട് വെളുത്തുള്ളി, ഒരു 1.5 ഇഞ്ചിൻ്റെ 2 കഷ്ണം ഇഞ്ചിയുമാണ്. വെളുത്തുള്ളി നല്ലവണ്ണം കഴുകി എടുത്തിട്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ച് വെക്കുക. അതേപോലെ തന്നെ വേറൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ചേർക്കുക. അത് നല്ലവണ്ണം കഴുകിയെടുത്തിട്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുക. ഇത് രണ്ടും ആദ്യമേ തന്നെ കുതിരാൻ വെക്കുക. ഏകദേശം ഒരു 15-20 മിനിറ്റ് നേരത്തേനെങ്കിലും കുതിരാൻ വെക്കണം. പെരിഞ്ജീരകം പൊടി ചേർക്കാതെ ഇങ്ങനെ കുതിർത്ത് തന്നെ അരയ്ക്കുക. നല്ല ഫ്ലേവറാണ്. ഇനി മസാല കുറച്ച് അരച്ചെടുക്കാനായിട്ടുണ്ട്. മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയിലെ വെള്ളം മൊത്തം കളഞ്ഞിട്ട് അത് ചേർക്കുക. എടുത്തു വെച്ച ഇഞ്ചി കഷ്ണങ്ങളാക്കി ചേർക്കുക. വെള്ളം നല്ലവണ്ണം ഊറ്റിക്കളഞ്ഞിട്ട് പെരിഞ്ജീരകവും കൂടി ചേർക്കുക. ഇനി കുറച്ച് ഗരം മസാല ഐറ്റംസ് ചേർക്കാണ്ട്. ഗരം മസാല പൗഡർ ചേർക്കരുത്, ഇതുപോലെ തന്നെ ചേർക്കണം. 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക, സ്റ്റാർ അനീസിൻ്റെ ഒരു പകുതി ഭാഗം. ഇനി ചെറിയ ജീരകം രസത്തിനൊക്കെ വറുത്ത് പൊടിച്ച് വെക്കാറില്ലേ, അതിൽ ഒരു 1/2 സ്പൂൺ ചേർക്കുക. ഇനി ഇത് അരയാൻ വേണ്ടി ഒരു 1/4 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിക്കുക. ഈ മസാലയിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. അതിനാണ് വെളുത്തുള്ളിയും പെരുംജീരകത്തിൻ്റെയും വെള്ളം നല്ലവണ്ണം ഊറ്റിക്കളഞ്ഞിട്ട് ചേർത്ത് കാണിച്ചത്. ആദ്യമേ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വരണം. ഒട്ടും തരിതരിപ്പില്ലാതെ അരച്ചെടുക്കാൻ നോക്കണം. പ്രത്യേകിച്ച് വെളുത്തുള്ളിയും പെരുംജീരകവും കുതിർത്ത് വെച്ചത് കാരണം നന്നായിട്ട് അരഞ്ഞ് കിട്ടും. വലിയൊരു പാത്രം ഇനി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് മസാല മാറ്റാം. വെളുത്തുള്ളി തൊലിയൊന്നും നാര് പോലെയില്ല, നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. തൊലിയോടുകൂടി തന്നെ അരച്ചെടുക്കുന്നതാണ് നല്ല ഫ്ലേവർ. ഒത്തിരി അങ്ങ് തിക്കായിട്ടുള്ള കോട്ടിങ് വരരുത്. ചിക്കൻ്റെ അളവനുസരിച്ചായിരിക്കണം മുളക് പൊടി ചേർക്കേണ്ടത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു കളർ കിട്ടും, പാകത്തിനുള്ള എരിവായിരിക്കും. ഇനി 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. മൈദയും കോൺഫ്ലോറോടെ മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പം കോൺഫ്ലോർ കൂടുതലായിട്ടും മൈദ കുറവായിട്ടാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ മൊത്തത്തിൽ കോൺഫ്ലോർ മാത്രമായിട്ടാണ് ചേർത്തത്. ഇനി 1 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു മുട്ടയുടെ വെള്ള മാത്രമായിട്ട് ചേർക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുക. വിനാഗിരി ഇല്ലെങ്കിൽ ഈ ഒരളവിൽ നാരങ്ങ നീര് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയിലെ മുട്ടയുടെ ഉണ്ണി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ വറക്കുന്ന സമയത്ത് എണ്ണ ശകലം പതഞ്ഞ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ അത് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങ നീരാ ചേർക്കുന്നെങ്കിൽ നാരങ്ങയുടെ ഒരു കുരു പോലും ഇതിൽ വരാൻ പാടില്ല. ചിക്കൻ ഫ്രൈ കഴിക്കുന്ന സമയത്ത് ഈ നാരങ്ങ കുരുകൂടെ ചേർത്തൊന്ന് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു, ഭയങ്കര കയ്പ്പായിരിക്കും. പിന്നെ ചിക്കനകത്തോട്ട് ഡയറക്റ്റ് ഈ മസാലയും പൊടിയെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കരുത്. ഇതുപോലെ വലിയൊരു പാത്രത്തിൽ മസാല തന്നെയായിട്ട് തയ്യാറാക്കിയിട്ട് ചിക്കൻ മിക്സ് ചെയ്യണം. ഇത് കുറച്ച് കട്ടിക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി ലൂസാക്കണം. ഒത്തിരി കട്ടിയായി മസാല വന്നിട്ടുണ്ടെങ്കിൽ എണ്ണയിൽ ഇത് സെപ്പറേറ്റ് ആവും, മസാല പിരിഞ്ഞു വരും. അതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു പരുവം കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കേണ്ടി വരും. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ ചിക്കൻ ചേർക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോയാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 കിലോ എടുത്തിട്ടുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വെള്ളം ചിക്കനിൽ നിന്ന് പോലും വരാൻ പാടില്ല. നല്ലവണ്ണം കഴുകിയെടുത്തിട്ട് കണ്ണി അകലമുള്ള വലപാത്രത്തിൽ ഒരു 15-20 മിനിറ്റ് നേരത്തിന് വെക്കുക. ഇതുപോലെ ഒട്ടും വെള്ളമില്ലാതെ വേണം എടുക്കാനായിട്ട്. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. ഞാൻ അതിനു വേണ്ടിയാണ് ഓരോ പ്രാവശ്യവും ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ കഴിവതും ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിൽ മിക്സ് ചെയ്യുക. ആ ഫ്ലേവറൊക്കെ നല്ലവണ്ണം ഉള്ളിലോട്ട് പെട്ടെന്ന് തന്നെ പിടിക്കും. എല്ലില്ലാത്ത ചിക്കൻ, ബോൺലെസ് ചിക്കനിൽ ഈ റെസിപ്പി ചെയ്യുവാണെങ്കിലും അടിപൊളി തന്നെയാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്കും. ഇവിടെ ഞാൻ വേറെ കളറൊന്നും ചേർക്കുന്നില്ല, കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മസാല അരയ്ക്കുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയോടെ ചേർത്തരയ്ക്കാം. ഇല്ലെങ്കിൽ ഈ ചേർക്കുന്ന മുളക് പൊടിക്കകത്ത് 1 സ്പൂൺ മാറ്റിയിട്ട് 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് പാകത്തിനുള്ള കോട്ടിംഗ് ആണ്, അതുകൊണ്ടാണ് അളവ് കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നത്. ഓവറായിട്ട് ഇങ്ങനെ കട്ടിക്കിരിക്കുന്നതും നല്ലതല്ല. ഇനി ഇത് കുറഞ്ഞതൊരു 3 മണിക്കൂർ നേരത്തേനും മൂടി വയ്ക്കുന്നതാണ് നല്ല. ഫ്രിഡ്ജിൽ വയ്ക്കാം. പക്ഷേ വറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിൻ്റെ തണുപ്പൊന്ന് മാറിയിരിക്കണം. അതായത് വറക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വയ്ക്കണം. വറക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നല്ലവണ്ണം ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇനി വറക്കാൻ നേരവും കുറച്ച് ടിപ്പുകളുണ്ട്, എണ്ണയിൽ പിരിഞ്ഞ് വരാതെ എണ്ണ കുടിക്കാതെ ഇരിക്കാനായിട്ട്. അതുകൂടി നോക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം വേണം വയ്ക്കാനായിട്ട്. നല്ലവണ്ണം ചീനച്ചട്ടി ചൂടായതിന് ശേഷം മാത്രം എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം ചിക്കൻ ഓരോന്നായിട്ട് പെറുക്കിയിടണം. ചിക്കനെല്ലാം പെറുക്കിയിട്ടതിന് ശേഷം തീ ഉടനെ തന്നെ കുറയ്ക്കരുത്. അതേ തീ തന്നെ ഒരു 2 മിനിറ്റോളം വയ്ക്കുക. അതിനുശേഷം ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒട്ടും ഒട്ടി പിടിക്കില്ല. ഞാൻ പറഞ്ഞുവല്ലോ, ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് എണ്ണ മതിയാകും. അതുപോലെ തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും. തീ ഇങ്ങനെ ഫുൾ ഫ്ലെയിമിലിടുക, പിന്നെ തീരെ കുറച്ചിട്ടുകൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് കുക്ക് ചെയ്യരുത്. ഒരേ തീയിലിട്ടുകൊണ്ട്, അതായത് മീഡിയത്തിൽ നിന്ന് കുറച്ച് കൂടുതലായിട്ട് തീയിട്ടുകൊണ്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതൊക്കെ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ടിപ്പുകളാണ്. ഒരു സൈഡൊക്കെ മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് ഏറെയായിട്ട് കറിവേപ്പില ചേർക്കുക. വെളുത്തുള്ളി ഇതിൽ ചതച്ച് ചേർക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല. അത് ചേർത്തില്ലെങ്കിലും കറിവേപ്പില കുറച്ച് ഏറെയായിട്ട് ഈ സമയത്ത് ചേർക്കുക. ചിക്കൻ തിരിച്ചിട്ടതിന് ശേഷം കറിവേപ്പില ചേർക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കളർ നഷ്ടപ്പെടാതെ മുരിഞ്ഞ് കിട്ടും. നമ്മൾ ആദ്യമേ കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ ഒത്തിരി ഓവറായിട്ട് മുരിഞ്ഞു പോകും. അപ്പോൾ കുറേ ടിപ്പുകളും അളവുകളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.